അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് 2 ഉള്ളി ഞാൻ ചോപ്പറിലൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അതേപോലെ ചിക്കൻ വെച്ചിട്ടാണ്. ഇനിയിപ്പം ഉരുളൻകിഴങ്ങാണെങ്കിൽ അങ്ങനെ, എഗ്ഗ് വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ, എന്താണെങ്കിലും ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം കേട്ടോ. അപ്പോൾ ഞാനിന്ന് ചെയ്യുന്നത് ചിക്കൻ വെച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ ഞാൻ ഓൾറെഡി പൊരിച്ച് വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയൊക്കെ വെച്ചിട്ട് ഞാൻ പൊരിച്ച് വെച്ചിട്ടുണ്ട്. സാധാരണ നോർമൽ പൊരിക്കണ പോലെ തന്നെ ഞാൻ പൊരിച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കൻ നമ്മൾ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് കണ്ട് ജസ്റ്റ് വേവിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യുക, ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ച് കണ്ട് അതും ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടിയും അതുപോലെ ഉപ്പിട്ട് കണ്ടാണ് ചെയ്യുന്നത്. കാരണം ചിക്കൻ പൊരിച്ചപ്പോൾ അതിലേക്ക് മുളക് പൊടിയും എരിവിന് ആവശ്യമുള്ളതെല്ലാം ഇട്ടിട്ടാണ് പൊരിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഉപ്പും എല്ലാം കറക്റ്റാണോ എന്നൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചപ്പാത്തി പൊടി കൊണ്ട് തന്നെ ചപ്പാത്തി ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ നമ്മൾ ചെയ്ത് കണ്ട് ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല അതിലേക്ക് ഇട്ട് കൊടുത്താണ്ട് നമ്മൾ ഇഷ്ടമുള്ള ഷേപ്പിലാക്കി കൊടുക്കുക. ഞാനിപ്പം 2 ഭാഗം ഒന്ന് മടക്കി കണ്ട് ആണ് ചെയ്യുന്നത് കേട്ടോ. അതായത് ഇതുപോലെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഞാൻ ബാക്കിയുള്ള 2ഉം അതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഈ സ്നാക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്ന് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് പൊരിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് മയോണൈസും അതേപോലെ വീട്ടിലുണ്ടാക്കിയ മയോണൈസ് തന്നെയാണ്, പിന്നെ കെച്ചപ്പും. നല്ല ടേസ്റ്റ് ഉണ്ട്, തന്നെ അടിപൊളി ടേസ്റ്റിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ ബാക്കി അരിഞ്ഞ് വെച്ചേക്കുന്ന ബാക്കി ഉള്ളി ഉണ്ടല്ലോ, അത് ജസ്റ്റ് എന്താ പറയുക, കത്തി കൊണ്ട് ചെറുതാക്കി അരിഞ്ഞെടുത്താലും മതി. ഞാനൊന്ന് ജസ്റ്റ് ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുത്തതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതും അതേപോലെ അതിലേക്ക് മുളകും ചെറിയ തക്കാളീൻ്റെ പീസ് ചെറുതാക്കി അരിഞ്ഞെടുത്തും പിന്നെ ചിക്കനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മയോണൈസ് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. പിന്നെ അതിലേക്ക് കെച്ചപ്പ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കെച്ചപ്പും കുറച്ച് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് പിന്നെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് എന്ത് ചെയ്യുകയാണ്, ഈ ഫില്ലിങ്സ് നിറച്ച് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അതൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് എടുക്കുക കേട്ടോ. ഷവർമ്മയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ. അപ്പോൾ അതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഫില്ലിങ്സിലേക്ക് ക്യാബേജും അതേപോലെ ക്യാരറ്റും ഒക്കെ ഇട്ടുകൊണ്ട് ഷവർമ്മ ഫില്ലിങ്സ് പോലെ തന്നെ ആക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ കെച്ചപ്പ് ഇഷ്ടമുള്ളവരും അതേപോലെ മയോണൈസ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒന്ന് ചെയ്ത് കൊടുത്താണ് കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.